നമസ്കാരം. ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഹലോവെൽ ഹെൽത്ത് കെയർ സെൻറ്റർ ഫോർ ഫിസിയോതെറാപ്പി ആൻഡ് റിഹാബ് സെൻറ്റർ പയ്യോളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും മറ്റു രോഗികൾക്കും ആശ്വാസമേകുന്ന ഫിസിയോതെറാപ്പിയുടെ ഉദ്ഘാടനം കേരള ഹെൽത്ത് സർവീസ് ഡയറക്ടർ പി പ്രമോദ് കുമാർ നിർവഹിച്ചു. ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനമായി കേരളം മാറിയ ഒരു സാഹചര്യത്തിൽ ജീവിതശൈലി നിയന്ത്രണ ക്ലിനിക്കുകളും അതേപോലെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റുകളുടെ ആവശ്യങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ക്രമീകരിക്കാനുള്ള പദ്ധതികൾ രോഗം വരുന്നതിന് മുമ്പ് രോഗം വരുന്നത് തടയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യവും അതാണ്. രോഗം വന്ന് ചികിത്സിക്കാൻ നമുക്ക് ആവശ്യത്തിലധികം ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്ഥാപനങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം ക്ലിനിക്കുകളും അതേപോലെയുള്ള ഫിസിയോതെറാപ്പി പോലെയുള്ള യൂണിറ്റുകളൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിലും അർബൻ മേഖലകളിലുമൊക്കെ ഇനിയും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. ചടങ്ങിൽ ഖാദർ ബറീന അധ്യക്ഷനായി. റിയാസ്, ഡോക്ടർ ഉല്ലാസ് CK, കൂടാതെ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഡോക്ടർ രാജേഷ് കുമാർ, ഡോക്ടർ അനുചാന്ദ്, മിസ്റ്റർ പ്രജീഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ പയ്യോളി, പ്രിയപ്പെട്ട രാമേട്ടൻ, ബിജു, മിസ്റ്റർ ഗഫൂർ. ഇന്ന് ഇവിടെ ഒരു ഫിസിയോതെറാപ്പിക് സെന്റർ പയ്യോളിയുടെ ഒരു വളരെയധികം പുരോഗമിച്ചിരിക്കുന്ന പയ്യോളിയുടെ ഒരു പ്രത്യേക സെന്റർ ഇന്ന് ബഹുമാനപ്പെട്ട മിസ്റ്റർ പ്രമോദ് കുമാർ സാർ ഉദ്ഘാടനം ചെയ്യുകയാണ്. സരീൻ സ്വാഗതം പറഞ്ഞു. ഫുട്ബോളറും കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസ് വെൽനസ് കോച്ചുമായ ഉല്ലാസ് CK, കൂടാതെ ഇംഗ്ലീഷ് റൈറ്ററും പബ്ലിക് സ്പീക്കറുമായ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റൽ നാദാപുരത്തെ ഡോക്ടർ റിയാസ് K എന്നിവർ മുഖ്യാതിഥികളായി. ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെയാണ്, ഏത് തലത്തിലാണ് നോക്കിക്കാണേണ്ടത്, പരിഹരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ തന്നെ പറഞ്ഞു വെച്ചു. ഡോക്ടർ റിയാസിന് ഒരു കഴുത്ത് വേദന ഉണ്ടായിരുന്നു 5 കൊല്ലം മുമ്പ്. ഇപ്പോൾ വരുമ്പോഴാണ് എന്നെ പറഞ്ഞത്. അത് ഫിസിയോതെറാപ്പി ഒരാഴ്ച ചെയ്തപ്പോൾ അതിനുശേഷം ആ കഴുത്ത് വേദന വന്നിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ, ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആസ്യമായ ഒരു കഴുത്ത് വേദന ഉണ്ടായിരുന്നു. അത് ഒരാഴ്ച ഒരു സെന്ററിൽ പോയി തുടർച്ചയായി ഫിസിയോതെറാപ്പി ചെയ്തതിന് ശേഷമാണ് പിന്നെ ഡോക്ടർക്ക് ആ വേദന വന്നിട്ടേ ഇല്ല. ചടങ്ങിൽ ഗഫൂർ നന്ദി പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ രോഗനിർണയ ക്യാമ്പും നടത്തി. പയ്യോളി KSEB ഓഫീസിന് മുൻവശത്തായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. രോഗികൾക്കും മറ്റാവശ്യങ്ങൾക്കും ബുക്ക് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.